നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആപ്പാഞ്ചിറ പെട്രോൾ പമ്പിന് സമീപം നിർത്തിയിട്ട ഓട്ടോയിൽ നിന്നും വീണ് ഒരാൾ മരിച്ചു. ഡ്രൈവർ ഉൾപ്പെടെ 2 പേരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നതെന്നും 2 പേരും മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. വൈകിട്ട് 5 മണിയോടെയായിരുന്നു സംഭവം. മരിച്ചയാൾ മാന്നാർ സ്വദേശി ലോട്ടറി വിൽപ്പനക്കാരൻ തങ്കച്ചനാണ്. ദലിത് ആദിവാസി, ദലിത് ക്രൈസ്തവ, നവ ബുദ്ധിസ്റ്റ് ജനവിഭാഗങ്ങളുടെ പ്രസ്ഥാനമായ ദലിത് സമുദായ മുന്നണിയുടെ ജില്ലാ പ്രവർത്തക കൺവെൻഷൻ ഏറ്റുമാനൂരിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ഇ.കെ. വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന കൺവെൻഷൻ സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി.എ. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ട്രഷറർ സി.എം. ദാസപ്പൻ, സംസ്ഥാന ട്രഷറർ കെ.കെ. വത്സകുമാരി, സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ തങ്കമ്മ ഫിലിപ്പ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി എം.ടി. തോമസ്, സെക്രട്ടേറിയറ്റ് അംഗം പി.പി. ജോയി, പി.കെ. കുമാരൻ, അഡ്വക്കേറ്റ് എം.പി. ജയപ്രകാശ്, ആർ. പ്രസന്നൻ, ഇ.കെ. വത്സല, അജയ് കുമാർ, ജില്ലാ സെക്രട്ടറി ദിലീപ് കൈപ്പുഴ എന്നിവർ സംസാരിച്ചു. ദളിത് സമുദായ മുന്നണിയുടെ പ്രവർത്തനങ്ങൾ എല്ലാ താലൂക്കിലും എങ്ങനെ നമുക്ക് കൊണ്ടുവരാം, എല്ലാ പഞ്ചായത്തിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ സംഘടന എങ്ങനെ പടുത്തുയർത്താം എന്നതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദളിത് സമുദായ മുന്നണി രൂപീകൃതമായി 5 വർഷം പിന്നിട്ടു. ആദ്യ കാലഘട്ടത്തിൽ തന്നെ രൂപീകരണ ദശയിൽ തന്നെ രൂപീകൃതമായ ഒരു ജില്ലാ കമ്മിറ്റിയാണ് കോട്ടയം ജില്ലാ കമ്മിറ്റി. അപ്പൊ ആ ഒരർത്ഥത്തിൽ ഈ ജില്ലയിൽ ഏതെല്ലാം മേഖലയിൽ നമുക്ക് സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവതരമായി സത്യസന്ധമായി നമ്മളെ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. 5 വർഷത്തിനുള്ളിൽ ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും നമുക്ക് നമ്മുടെ സംഘടനയുടെ പേരെത്തിക്കാൻ സാധിച്ചോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതാണ്ട് കോട്ടയം ജില്ലയിലെ തന്നെ എല്ലാ താലൂക്കുകളിലും സംഘടനാ പ്രവർത്തനം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നും പരിശോധിക്കപ്പെടണം. കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ പ്രദേശത്തേക്ക് സംഘടന ഒരുപക്ഷെ മറ്റപ്പള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാനുസ്മരണത്തിന്റെ ഭാഗമായി ക്വിറ്റ് ഡ്രിങ്ക് വാക്കത്തോൺ സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് റോബോട്ട് തോട്ടുപുറം അധ്യക്ഷതയിൽ ദീപു ചേരുംകുഴി മണ്ണുംകുന്നാപ്പള്ളി ജംഗ്ഷനിൽ വാക്കത്തോണിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ മറ്റപ്പള്ളിക്കുന്ന് റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നമ്മൾ ഇന്നൊരു വാക്കത്തോൺ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മൾ നമ്മുടെ മണ്ണുകുന്നപ്പള്ളിയിൽ നിന്ന് പിരോ വരെ കാൽനടയായിട്ട് യാത്ര ആരംഭിക്കുകയാണ്. അതിന് ഔപചാരികമായിട്ട് ഫ്ലാഗ് ഓഫ് ചെയ്യുകയാണ്. തുടർന്ന് 100 കണക്കിന് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത വാക്കത്തോണിന്റെ സമാപന ചടങ്ങ് ഇന്റർനാഷണൽ അത്ലറ്റ് വിനീത് പടന്നമാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. നീതു ജിനീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രസ്തുത ചടങ്ങിൽ വിനീത് പടന്നമാക്കലിനെയും അംബേദ്കർ പുരസ്കാര ജേതാവ് ബോസ് ഭാവനെയും യോഗത്തിൽ ആദരിച്ചു. ഫിലിപ്പ് ആക്കാമ്പറമ്പിൽ, ഡിക്സൺ തോമസ്, ജിനേഷ് എബ്രഹാം, മനോജ്, റോസിലി, ലിജോ പി, അമൽ, രശ്മി, ദീപു, സിബി, ഡിക്സൺ എന്നിവർ നേതൃത്വം നൽകി. കണ്ടുപിടിച്ച് ഞാൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ബ്രാൻഡ് കുടിച്ച് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ച് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ല. ഉണ്ടാക്കിയും കൊടുത്തുമൊക്കെ രക്ഷപ്പെട്ട ആളുകൾ ഒരുപക്ഷെ ഉണ്ടാകാം. നിങ്ങൾ അതിൽ അടിപ്പെടുന്ന ആളുകളായി മാറരുത്. ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിലെ ലഹരിയോട് നോ പറയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ വൈകുന്നേരം ഈ സമയത്തൊന്നും ഈ നിൽക്കുന്ന ആളുകൾക്ക് ആർക്കും മറ്റു പണികളൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല ഈ പരിപാടിയിൽ നടക്കുന്നത്. ഈ സമൂഹത്തിൽ ഇത് വലിയ ഒരു തിന്മയായി കാണുന്നത് കൊണ്ട് മാത്രമാണ്. രാഷ്ട്രീയവും അതുപോലെ തന്നെ ബാക്കിയുള്ള അധികാരികളുമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണത്. ഇത്തരത്തിലുള്ള പരിപാടികൾ അല്ലെങ്കിൽ ലഹരിയുടെ വ്യാപനം നമ്മുടെ സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിർത്താൻ അല്ലെങ്കിൽ അതിനെയൊക്കെ അകറ്റി നിർത്താനും അതിന് വ്യാപനം തടയാനുള്ള നടപടികളും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന കാര്യം കൂടെ. വാർത്തകൾ പൂർണ്ണമായി. നമസ്കാരം.